ഹലോ, നമസ്കാരം. സ്പെസിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ ഡ്രൈ ആയിട്ടുള്ള ഒരു ചിക്കൻ മസാലയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ. ഇതിനായിട്ട് 600 ഗ്രാമിൻ്റെ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ചിക്കനിലേക്ക് ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മസാല പുരട്ടിയതിന് ശേഷം മിനിമം 1 മണിക്കൂറെങ്കിലും ഇത് മാറ്റി വെക്കണം. അടുപ്പത്ത് പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുമല്ലി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 2-3 ചെറിയ കഷ്ണം പട്ട, 3-4 ഏലക്ക, 3 കരയാമ്പൂ, കറുത്ത കുരുമുളക് ഉണ്ടെങ്കിൽ ഒരെണ്ണം ആഡ് ചെയ്യുക, 1 വഴനയില, 6-7 കാശ്മീരി മുളക് ചേർത്തതിന് ശേഷം ചെറിയ തീയിൽ 2 മിനിറ്റ് ചൂടാക്കിയെടുക്കണം. ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് മാറ്റിയിട്ട് സ്മൂത്തായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ മസാല ഗ്രൈൻഡറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അടുപ്പത്ത് പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ചിക്കൻ പൊരിക്കുന്നതിന് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ചെറിയ തീയിലേക്ക് മാറ്റി വെക്കണം. ചെറിയ തീയിലാക്കിയതിന് ശേഷം ചിക്കൻ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ തീയിൽ 4 മിനിറ്റാണ് ഓരോ സൈഡും കുക്ക് ചെയ്യേണ്ടത്. 4 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കനെല്ലാം തിരിച്ചിട്ട് കൊടുക്കുക. ചിക്കനെല്ലാം തിരിച്ചിട്ടതിന് ശേഷം ചെറിയ തീയിൽ വീണ്ടും 4 മിനിറ്റാണ് കുക്ക് ചെയ്യേണ്ടത്. 4 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കനെല്ലാം കോരി എടുത്തിട്ട് മാറ്റി വെക്കുക. ചിക്കനെല്ലാം കോരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം. അതിനോടൊപ്പം 4 പച്ചമുളക് അരിച്ചതും ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. 2 മിനിറ്റ് കഴിഞ്ഞാൽ 2 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഉള്ളി ഏകദേശം ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് ചേർക്കണം. 1 തണ്ട് വേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം ഈ തക്കാളി കുടഞ്ഞു വരുന്നത് വരെയാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല പൗഡർ ഇതിലേക്ക് ചേർക്കുക. ചെറിയ തീയിലേക്ക് മാറ്റിയതിന് ശേഷം 2 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ മസാല 2 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1/4 കപ്പ് കട്ടത്തൈര് നല്ലപോലെ അടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർക്കുക. ചിക്കൻ ചേർത്തതിന് ശേഷം അത്യാവശ്യം ഇതൊന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റാണ് കുക്ക് ചെയ്യേണ്ടത്. 7-8 മിനിറ്റ് കഴിഞ്ഞാൽ മൂടിയം തുറന്നിട്ട് ചിക്കനും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മൂടി വെക്കണം. ഇനി മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. 8 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ചിക്കൻ മസാല വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രൈ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ്റെ റെസിപ്പി നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ചിക്കൻ റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്രാവശ്യമെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വെറൈറ്റി റെസിപ്പികളുടെ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. സോ ഇറ്റ്സ് മീ താഹിർ, സ്പെസിയ ഡയറി, സൈനിങ് ഓഫ്. ബൈ.